ഹായ് ഓൾ, ഇന്ന് നമ്മൾ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാണ്ട് രണ്ട് മെത്തേഡുണ്ട്, ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാ സിമ്പിൾ എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് മെത്തേഡാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം. പക്ഷെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ബേസ് ആയിട്ടിരിക്കും നമ്മൾ ഏത് മെത്തേഡ് എടുക്കണം എന്നുള്ളതാണ്. അതായത് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് മെത്തേഡ് വഴി ചെയ്യുക അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് വഴി നിങ്ങൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്നൊന്നും സ്പെസിഫൈ ചെയ്ത് പറയത്തൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ബേസ് ആയിട്ടിരിക്കും നമ്മൾ എടുക്കുന്ന മെത്തേഡും. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ എസ്റ്റിമേറ്റ് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടിയ പൈസ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. അപ്പോൾ ഓപ്പറേഷൻസിൽ നിന്ന് കിട്ടിയ ക്യാഷ് റവന്യൂ ബ്രാക്കറ്റ് ക്യാഷ് സെയിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ക്യാഷ് സെയിൽസ് എന്ന് കൊടുത്തേക്കുന്നത്? നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാനായിട്ടാണ്, അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ ഈ ഒരു ക്യാഷ് ഫ്ലോ അനാലിസിസിൻ്റെ ഏതൊരു പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോഴും ക്യാഷ് ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ക്യാഷ് റിസീവ്ഡ് ആണെങ്കിൽ അതെടുക്കുക, ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ ലെസ് ചെയ്യുക, അല്ലാണ്ട് ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്തു എന്നും പറഞ്ഞിട്ട് നമ്മളിത് എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ക്യാഷ് സെയിൽസ് എന്ന് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 ലക്ഷം റെസീപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ? റെസീപ്റ്റ് അല്ലേ. ഇനി സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്. ഫിക്സഡ് അസെറ്റിൻ്റെ സെയിൽ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആണ്. നമ്മൾ മുന്നേ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ 3 സ്റ്റെപ്പായിട്ട് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ ക്യാഷ് ഫ്ലോ അത് കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ കിട്ടിയേക്കുന്ന ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുക. തേർഡ് എന്ന് പറയുന്നത് ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടിയ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുക. അപ്പോൾ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് ഇവിടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാനായിട്ട് ഇത് എടുക്കത്തില്ല. ഇത് റെസീവ്ഡ് ആണെങ്കിൽ കൂടി നമ്മൾ ഇതിവിടെ എടുക്കത്തില്ല. ഓക്കെ, അടുത്തത് പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്. ഇത് ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീൻ്റെ എക്സ്പെൻസ് ആണ്, ഇത് പേയ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ ലെസ് ചെയ്യേണ്ട കാര്യമാണ്. ഈ 6 lakhs ലെസ് ചെയ്യേണ്ട ഒരു എമൗണ്ട് ആണ്. അടുത്തത് കളക്ഷൻസ് ഫ്രം ഡെപ്റ്റേഴ്സ്. ഇത് പേയ്മെൻറ്റ് ടു എംപ്ലോയീസ് പേയ്മെൻ്റ് ആണ്. എത്ര രൂപയാണ് വരുന്നത്? 1 lakh rupees. പിന്നെ ബിസിനസ് എക്സ്പെൻസസ് മെറ്റ്, അതും ഒരു പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. റെസീപ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ക്യാഷ് സെയിൽസും കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സും ആഡ് ചെയ്യുക. എന്നിട്ട് എന്തൊക്കെ പേയ്മെൻറ്റ് നടത്തിയോ അതൊക്കെ ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ ക്യാഷ് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻസ് കിട്ടും. ഈ ക്യാഷ് ജനറേറ്റഡ് എന്ന് എഴുതുന്നത് നമുക്ക് ഈ കിട്ടുന്ന എമൗണ്ട് പോസിറ്റീവ് ഫിഗർ ആണ് എന്നുണ്ടെങ്കിൽ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതുക. ഇനി നെഗറ്റീവ് ഫിഗർ ആണ്, അതായത് നമുക്ക് അത്രയും രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുണ്ടെങ്കിൽ ക്യാഷ് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻസ് എന്ന് വേണം കൊടുക്കാനായിട്ട്. ഇനി ഈ ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു എമൗണ്ട് നമ്മൾ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ അല്ലെങ്കിൽ ക്യാഷ് ലോസ്റ്റ് ഇൻ ഓപ്പറേഷനിൽ നിന്ന് ലെസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അതും കൂടെ ലെസ് ചെയ്ത് കിട്ടുന്നതിനാണ് നമ്മൾ നെറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ആദ്യം ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. അതിലേക്ക് ഫസ്റ്റ് ക്യാഷ് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 4 lakh നമുക്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ കൊടുക്കുക. പിന്നെ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയാണ്, ഇതിവിടെ വരില്ല. പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ് 6 lakh വരുന്നുണ്ട്, അത് ലെസ് ചെയ്യുക. ലെസ് ചെയ്യുന്ന ഫിഗേഴ്സൊക്കെ ബ്രാക്കറ്റിൽ തന്നെ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് നമ്മുടെ ഡെപ്റ്റേഴ്സിൻ്റെ ഇന്ന് കളക്ട് ചെയ്ത എമൗണ്ട് 10 lakh, അത് കാണിക്കുക. എംപ്ലോയീസിന് കൊടുത്ത 1 lakh rupees അത് പേയ്മെൻ്റ് ആണ്, അത് നമ്മൾ ബ്രാക്കറ്റിൽ കാണിക്കുക. പിന്നെ ബിസിനസ് എക്സ്പെൻസസ് 40,000 അതുകൊണ്ട് അത് നമ്മൾ ലെസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്ത് കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ പറയുന്നതാണ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ്. ഇതൊരു പോസിറ്റീവ് ഫിഗർ അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ജനറേറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു നെഗറ്റീവ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിൽ തന്നെ നിങ്ങൾ ഇട്ടിട്ട് ക്യാഷ് ലോസ്റ്റ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നാണ് കൊടുക്കാനായിട്ട്. ഇതിൽ നിന്ന് ഇൻകം ടാക്സ് പെയ്ഡ് ആയിട്ടുള്ള 1,20,000 rupees
ലെസ് ചെയ്യുക. ആ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്തതെന്നാണ് പറയാൻ പോകുന്നത്. The Elite Limited has furnished the following trading and profit and loss account and balances of assets and liabilities. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ റെസീപ്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് സെയിൽസ് എന്നൊക്കെ പറയില്ലേ. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ പറയുന്ന പോലെ തന്നെ ഇത് നമ്മുടെ റെസീപ്റ്റ് ആണ്. അതർ ഇൻകം നമുക്കിപ്പം എടുക്കേണ്ട കാര്യമില്ല, കാരണം അത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ വരുന്നതാണോ ഇല്ലയോ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാത്തിടത്തോളം കാലം നമ്മളിത് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ എക്സ്പെൻസസ് പറയുന്നുണ്ട്, പർച്ചേസസ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, ടോട്ടൽ എക്സ്പെൻസ് വരുന്നുണ്ട്, ടാക്സ് വരുന്നുണ്ട്. പിന്നെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ബാലൻസ് നമുക്ക് തരുന്നുണ്ട്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് സാലറീസ്. അപ്പം ഇത് ഡയറക്റ്റ് മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം എത്ര രൂപയാണ് ക്രെഡിറ്റേഴ്സിന് പേ ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ എത്ര രൂപയാണ് ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് റെസീപ്റ്റ് ആയിട്ട് കിട്ടിയത് എന്നും കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഡെപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ അസറ്റാണ്, ക്രെഡിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലയബിലിറ്റിയാണ്. അസറ്റിൻ്റെ ബാലൻസ് എപ്പോഴും ഡെബിറ്റ് സൈഡിലോട്ടാണ് നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്യുന്നത്. അതുപോലെ ക്രെഡിറ്റേഴ്സിൻ്റെ ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, അതിപ്പോഴും ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ പ്രീവിയസ് ഇയറിൻ്റെയും കറണ്ട് ഇയറിലെയും ബാലൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബ്രോട്ട് ഡൗൺ എത്ര വരുന്നതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഡെപ്റ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 10,000 ആണ്. അപ്പോൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ 10,000 rupees. അടുത്ത് തന്നെ നിങ്ങൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് താഴെ തന്നെ എഴുതി വെക്കുക. കാരണം ഇടയ്ക്ക് എന്തെങ്കിലും നമുക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പേസ് തികയത്തില്ല, അതുകൊണ്ട് ഇവിടെ എഴുതി വെക്കാം 15,000. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. അപ്പോൾ ആ ഒരു എമൗണ്ട് സെയിൽസ് എന്നും പറഞ്ഞിട്ട് എത്ര രൂപയ്ക്കാണോ നമ്മൾ നമ്മുടെ സെയിൽസ് നടത്തിയെന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. അപ്പം 1 lakh ടോട്ടൽ ചെയ്യുക. 1,10,000, 1,10,000. ഇതിൻ്റെ ബാലൻസ് അതായത് 1,10,000 ലെസ് 15,000, 95,000 ആണ് നമുക്ക് ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ക്യാഷ്. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് നമ്മൾ കാണാം. ക്രെഡിറ്റേഴ്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 8,000 ആണ്. ക്രെഡിറ്റ് സൈഡിലോട്ടാണ് നമ്മൾ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യേണ്ടത്. ക്ലോസിംഗ് ബാലൻസ് 10,000. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധനം വാങ്ങിച്ചു, പക്ഷെ പൈസ നമ്മൾ കൊടുത്തിട്ടില്ല, ക്രെഡിറ്റ് ബേസിലാണ് വാങ്ങിച്ചേക്കുന്നത്. സോ എത്ര രൂപ അവർക്ക് കൊടുത്തെന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ പർച്ചേസസ് തന്നിട്ടുണ്ട് 65,000. അത് നമ്മൾ എഴുതുക. ടോട്ടൽ ചെയ്യുക 73,000. ഇതിൻ്റെ ബാലൻസിങ് ഫിഗർ ആയിട്ടുള്ള 63,000 ആണ് നമുക്ക് ക്രെഡിറ്റേഴ്സിന് പേ ചെയ്യേണ്ട എമൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടും ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ടും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഒരു ഔട്ട്സ്റ്റാൻഡിങ് സാലറി തന്നിട്ടുണ്ട്. ഇവിടെ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 10,000 rupees കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഉണ്ടല്ലോ, കഴിഞ്ഞ വർഷം നമ്മൾ കൊടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്, ആ ഒരു എമൗണ്ട് ആഡ് ചെയ്യണം. എന്നിട്ട് ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള 2,000 ലെസ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ എത്ര രൂപയാണ് എംപ്ലോയീസിന് ശരിക്കും പേ ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കാമെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ഇത് കൊടുത്തിട്ടില്ലെന്നാണ് അർത്ഥം. 3,000 കഴിഞ്ഞ വർഷത്തെ
ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആണ്. അപ്പോൾ എന്തായാലും ഈ വർഷം കൊടുക്കും, കാരണം ഇതൊരു കറണ്ട് ലയബിലിറ്റി ആണ്. ഒരു വർഷം കൊണ്ട് തന്നെ തിരിച്ചടയ്ക്കേണ്ട കാര്യമായതുകൊണ്ട് തന്നെ ഈ വർഷം എന്തായാലും ഇത് കൊടുത്തു കാണും. അതുകൊണ്ടാണ് ഇപ്പം എത്ര രൂപ നമ്മൾ എംപ്ലോയീസിന് കൊടുത്തു എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഈ 10,000ൻ്റെ കൂടെ നമ്മൾ ഈ 3,000 ആഡ് ചെയ്യുക, അതിൽ നിന്ന് 2,000 കുറയ്ക്കുക. അപ്പോൾ 11,000 ആണ് നമ്മൾ എംപ്ലോയീസിന് കൊടുത്ത പേയ്മെൻറ്റ്. ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എത്ര രൂപയായിരുന്നു? 95,000. പിന്നെ ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് എത്ര രൂപയായിരുന്നു? 63,000. പിന്നെ എംപ്ലോയീസിന് നമ്മളൊരു 11,000 റുപ്പീസ് കൊടുക്കുന്നുണ്ട്. ക്യാഷ് പെയ്ഡ് ടു എംപ്ലോയീസ്. അപ്പോൾ ഈ പേയ്മെൻ്റ് ഒക്കെ നമ്മൾ ബ്രാക്കറ്റ് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമുക്ക് 21,000 കിട്ടുന്നതാണ് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ടാണ് നമ്മൾ ക്യാഷ് ജനറേറ്റഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നമുക്ക് ടാക്സ് 6,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് പെയ്ഡ് എന്നും പറഞ്ഞിട്ട് ആ 6,000 നമ്മൾ ലെസ് ചെയ്യുക. അപ്പോൾ ഈ കിട്ടുന്ന 15,000 ആണ് നമ്മുടെ നെറ്റ് ക്യാഷ് ഫ്ലോ ജനറേറ്റഡ് ഫ്രം, അല്ലെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നും പറഞ്ഞ് കൊടുക്കാനായിട്ട്. അപ്പം എന്തിൻ്റെതും നമ്മൾ നെറ്റ് വാല്യൂ എപ്പോഴും ഔട്ടർ കോളത്തിൽ എഴുതാവുള്ളൂ. ഈ 2 എമൗണ്ട് കോളം തരുന്നത് തന്നെ രണ്ടാമത്തെ എമൗണ്ട് കോളത്തിൽ നമ്മൾ നെറ്റ് വാല്യൂ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് മുമ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്ന് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെത്തേഡ് ഇട്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് ഇട്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഞാനിവിടെ ഇൻഡയറക്റ്റ് മെത്തേഡാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതൊക്കെ ലയബിലിറ്റി ആണോ അതോ അസറ്റ്സ് ആണോ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എത്രയാണോ അത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാനായിട്ട് പി ആൻഡ് എല്ലിൽ 2 ബാലൻസ് നമ്മൾ കമ്പയർ ചെയ്യണം. ക്ലോസിംഗ് ബാലൻസ് ലെസ് ഓപ്പണിംഗ് ബാലൻസ് ചെയ്യുമ്പോഴാണ് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ കണ്ടുപിടിക്കുന്നത്. അതിലേക്ക് നമ്മൾ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ, ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ തിരിച്ച് ആഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലാതെ വരുന്ന കാര്യങ്ങളൊക്കെ തിരിച്ച് ലെസ് ചെയ്യും. അങ്ങനെ കണ്ടുപിടിച്ച് വെക്കുന്നതിനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെത്തഡിൻ്റെ കേസാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ എന്തൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? കറണ്ട് അസറ്റും ലെസ് കറണ്ട് ലയബിലിറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും ഏതൊക്കെയാണ് ഈ ഒരു ഇൻഫോർമേഷൻസിനകത്ത് വരുന്നതെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതൊക്കെ ഇൻക്രീസ് ആണോ അതോ ഡിക്രീസ് ആണോ ആയത് എന്നും കൂടെ കണ്ടുപിടിക്കണം. അത്രയും കണ്ടുപിടിച്ച് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോഫിറ്റ് ഡ്യൂറിങ് ദ ഇയർ. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 2,50,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ലെസ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട. അപ്പം ഇത് തന്നെ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ഇൻകം റിസീവഡ് ഇൻ അഡ്വാൻസ്. നമ്മളിപ്പോൾ ഏൺ ചെയ്യാത്തൊരു ഇൻകം നമുക്ക് മുന്നേ കിട്ടിയിരിക്കുകയാണ്, മുന്നേ കൂട്ടി ഇങ്ങോട്ടേക്ക് തന്നു. അപ്പോൾ നമ്മൾ ഏത് സമയവും അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരായതുകൊണ്ട് തന്നെ ഇതൊരു കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ ഇൻകം റിസീവഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി ആണ്. ഇത് കൂടാണോ കുറയാണോ ചെയ്തത്? കൂടല്ലേ ചെയ്തേക്കുന്നത്. എത്ര രൂപ വെച്ച് കൂടി? 100 രൂപ വെച്ച് കൂടി. അപ്പോൾ കറണ്ട് ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പം നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഇത് ആഡ് വേണം ചെയ്യാനായിട്ട്. കറണ്ട് ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ ആഡ് ചെയ്യണം. ഓക്കെ, കറണ്ട് ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ലയബിലിറ്റി കൂടി നിൽക്കുകയാണ്, നമ്മൾ പൈസ ഒന്നും അങ്ങോട്ടേക്ക് പേ ചെയ്തില്ല. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ
പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. നമ്മൾ ലയബിലിറ്റീസ് ഒന്നും തിരിച്ച് പേ ചെയ്യാത്തത് കാരണം നമ്മുടെ കയ്യിൽ ആ പൈസ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ക്യാഷ് ഇൻക്രീസ് ആയി. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. അടുത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. നമ്മൾ മുന്നേ തന്നെ ഒരു എക്സ്പെൻസസ് മെറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ശരിക്കും ആ എക്സ്പെൻസസ് ഇപ്പോഴേ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് അസറ്റ് ആണ്. ഇത് കൂടാണോ കുറയാണോ ചെയ്തത്? കുറയല്ലേ ചെയ്തിരിക്കുന്നത്. അതായത് 1600 രൂപ ഉണ്ടായിരുന്ന നമ്മുടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇപ്പം 1400 രൂപയായി. അപ്പോൾ കറണ്ട് അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷും കൂടും. അപ്പോൾ ഇത് ആഡ് ചെയ്യണം. അപ്പോൾ കറണ്ട് അസറ്റ് ഇവിടെ കുറയാണ് ചെയ്തിരിക്കുന്നത്. ഈ 100 രൂപ നമ്മൾ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് ഡിഫറൻസ് ആയിട്ടുള്ള 200 രൂപ നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് 15000 രൂപ കൂടി. 15000 രൂപ ഇനിയും കിട്ടാനുണ്ട്. ഡെപ്റ്റേഴ്സ് കൂടുന്ന എപ്പോഴാണ്? നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടാനുണ്ട്, അവർ തന്നില്ല. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 15000 രൂപ കൂടി. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ളവരാണല്ലേ. അപ്പോൾ 15000 രൂപ കൂടിയെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ അത്രയും കിട്ടിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പം നമ്മുടെ ക്യാഷ് കുറഞ്ഞു. അപ്പോൾ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് എന്ന് വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കുറയ്ക്കണം. അപ്പോൾ കറണ്ട് അസറ്റ് ഇവിടെ കൂടി. ഇതിന് ഡിഫറൻസ് ആയിട്ട് വരുന്ന 15,000 നമ്മൾ കുറയ്ക്കണം. അടുത്തത് ബിൽസ് റിസീവബിൾസ് എന്ന് പറയുന്നത് ഒരു കറണ്ട് അസറ്റ് ആണ്. ഇതിവിടെ കുറയാണ് ചെയ്തത്. അപ്പോൾ കറണ്ട് അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് കൂട്ടണം. അപ്പോൾ 5000 രൂപ കൂട്ടണം. ഇനി അടുത്തത് ക്രെഡിറ്റേഴ്സ് കുറഞ്ഞു. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി ആണ്. ഓക്കെ, ക്രെഡിറ്റേഴ്സ് നമുക്ക് 40,000 രൂപയായിട്ട് കുറഞ്ഞു എന്ന് വെച്ചാൽ ഈ ബാലൻസ് വന്നേക്കുന്ന 5000 രൂപ നമ്മൾ പേ ചെയ്തു. അതായത് തിരിച്ച് അടച്ചപ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സ് അത്രയും കുറഞ്ഞു. അപ്പം എന്ത് പറ്റി? 5000 രൂപ നമ്മൾ പേ ചെയ്തു. ഇത് ലെസ് ചെയ്യണം. ബിൽസ് പേയബിൾ കറണ്ട് ലയബിലിറ്റി ആണ്. അത് 2000 റുപ്പീസ് ആയിട്ട് കൂടി. അപ്പം നമ്മുടെ ക്യാഷ് ഫ്ലോ എന്ത് സംഭവിച്ചു? ക്യാഷ് റിസീപ്റ്റ് ആയിട്ട് കാണിച്ചിട്ട് അത് കൂട്ടുക, ആഡ് ചെയ്യുക. ഇനി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി ആണ്. ഇവിടെ കറണ്ട് ലയബിലിറ്റി കുറയുവാണോ കൂടുകയാണോ ചെയ്തത്? കുറയുമല്ലേ ചെയ്തത്. അപ്പം നമ്മുടെ ലയബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഇത് ലെസ് ചെയ്യണം. ഇതിന് ഡിഫറൻസ് ആയിട്ടുള്ള 500 ലെസ് ചെയ്യണം. ഇനി അക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് ഇവിടെ കുറയാണ് ചെയ്തത്. കറണ്ട് അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടിയെന്ന് വേണം കാണിക്കാനായിട്ട്. ഇതിന് ഡിഫറൻസ് ആയിട്ടുള്ള 300 രൂപ നമ്മൾ ആഡ് ചെയ്യണം. ഇത്രയും കാര്യം ഓർത്തു വെച്ചാൽ മതി. കറണ്ട് അസറ്റ്സ് കുറയുമ്പോഴും കറണ്ട് ലയബിലിറ്റീസ് കൂടുമ്പോഴുമാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷ് റെസീപ്റ്റ് ആയിട്ട് വേണം അതിനെ കാണിക്കാനായിട്ട്. കറണ്ട് അസറ്റ് കുറയുന്നത് നമ്മൾ ഇപ്പം അസറ്റ്സ് വിൽക്കാമെന്ന് വിചാരിക്കുക. ആ ഒരു എസ്റ്റിമേഷനിലാണ് നമ്മളിത് ചെയ്യുന്നത്. കറണ്ട് അസറ്റ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ കയ്യിലേക്ക് ഇങ്ങോട്ടേക്ക് പൈസ കിട്ടി. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ കറണ്ട് ലയബിലിറ്റീസ് കൂടാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും ലയബിലിറ്റീസ് പേ ചെയ്യാതെ വെക്കുകയാണ്. അപ്പം നമ്മുടെ കയ്യിൽ ആ പൈസ ഇപ്പോഴും ഉണ്ട്, നമ്മൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് രണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ എമൗണ്ട്സ് എല്ലാം കൂടെ എഴുതുക. ഇതിൻ്റെ ടോട്ടൽ കാണാം. അപ്പം നമുക്ക് നെഗറ്റീവ് ഫിഗർ ആയിട്ടുള്ള 12,900 ആണ് കിട്ടുന്നത്. ക്യാഷ് ജനറേറ്റർ അല്ല, ക്യാഷ് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ എന്ന് വേണം എഴുതാനായിട്ട്. ഇൻകം ടാക്സ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് അത് ഒന്നും കാണിക്കണ്ട. അപ്പം നെറ്റ് ക്യാഷ് യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്നും പറഞ്ഞ് കൊടുത്തിട്ട് 12,900 റുപ്പീസ് ബ്രാക്കറ്റ് കാണിക്കാം.